ഒരു 10 മിനിറ്റ് നേരം ബസ് മുതലാളിയുടെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണ്. ഒന്ന് ചെല്ലുന്നു, പങ്കെടുക്കുന്നു, പോരുന്നു. 10 മണിക്ക് ഓഫീസിൽ പോകണം. ഒരു 10 മിനിറ്റ് മതിയാശാനെ. ഇങ്ങനെ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണെന്ന് കരുതി ബഹുമാനപ്പെട്ട എല്ലാ യാത്രക്കാരും ഞങ്ങളോടുകൂടി സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനൊരു വാക്കുകൾ സംസാരിക്കുകയാണ്. ചേട്ടാ, മനുഷ്യനെ മൂത്രമൊഴിക്കാനും സംഭവിക്കും. അവിടെ മൂത്രം കെട്ടിട്ടിരിക്കുന്നേ, എന്നിട്ട് കിടന്നുറങ്ങാനല്ല. എന്നിട്ടാ ഇത് കണ്ട ചേട്ടാ, ചെറുക്കനെ കൊണ്ടൊരു മരുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ലാം. നിർത്തേ. നമസ്കാരം. എല്ലാരും നേരത്തെ എത്തിയല്ലോ. അങ്ങോട്ട് കയറി. കാല് അല്ല, വെള്ളം ഒഴിക്കണ്ടേ? നമ്മള് തമ്മിൽ അങ്ങനെയുള്ള ആചാരമല്ലോ വേണോ മോനെ? അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. അല്ല, എന്നാലും വെറുതെ ഒന്ന് കഴിക്കോട്ടെ. അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വേണ്ട, എല്ലാരും അങ്ങോട്ട് കയറി ഇരിക്കേ. മൂലയ്ക്ക്. ഓ ചന്ദന. അമ്മ, മേളക്കാരെന്താ തുടങ്ങാത്തെ? സമയമായി. മേളക്കാരെന്താ തുടങ്ങാത്തെ? സമയമായില്ലോ മോനെ. അയ്യോ, സമയമായി. അത് ഞാൻ തീരുമാനിച്ചോളാം. സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ചേട്ടാ, ചെറുക്കനും പറ്റും. മേളം മേളം. ആരാണ്? വരും, വന്നോളൂ. എനിക്ക് വിഷമൊന്നുമില്ല. ഇതൊക്കെ ഉള്ളതല്ലേ. ആരല്ല കുഞ്ഞിനെ വിളിക്കാം. വഴക്കില്ലാതെ പ്രശംസിക്കാമോ? എന്നതാ വേറില്ല അമ്മാവല്ലേ? അമ്മ ചോന്ന് വിളിക്കളാ. പോടാ പുല്ലേ. കള്ള യമ ഭാഷ ഉണ്ടിട്ടേ പോകൂ. ഒന്ന് മാറിക്കൊടുക്കൂ. അവിടെ നാളെ നോക്കി നിൽക്കാൻ ആളെ ഒന്ന് മാറ്റി
ഒന്ന് മാറി. പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ട് മതി. എവിടത്തെ ഏർപ്പാടാ? ഞാൻ പറ്റിക്കാൻ നോക്കുക. എന്തുവാണ് ഇത്? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിൽക്കുന്നു ഇവിടെ അതുപോലെ. ഇങ്ങോട്ട് കാണും. ഈ കല്യാണം നിയമവിരുദ്ധമാണ്. എന്താ ഇത്? ഈ പെൺകുട്ടിയുടെ രജിസ്റ്റർ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്. രണ്ടാമതൊരു കല്യാണത്തിന് ശ്രമിച്ചാൽ എല്ലാത്തിനും ഞാൻ അറസ്റ്റ് ചെയ്യും. എന്റെ മകളുടെ വിവാഹം ഞാൻ അറിയാതെ നടന്നോ? അതെ, ഈ നിൽക്കുന്ന മുറച്ചെറുക്കൻ അച്യുതനും ഈ പെൺകുട്ടി നമ്മളുള്ള രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളാണിത്. ആർക്കും പരിശോധിക്കാം, എങ്ങനെയും പരിശോധിക്കാം. കള്ളമില്ല, കപടമില്ല, മായയില്ല, മന്ത്രമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോ മനഃപൂർവ്വം ഞങ്ങൾ വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? എന്തായാലും കല്യാണം നടക്കട്ടെ, ബാക്കി നമുക്ക് കോടതിയിൽ. ഇത് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റാണ്. ദിസ് ഈസ് അറസ്റ്റ് വാറന്റ് ആൻഡ് ഐ ആം അണ്ടർ അറസ്റ്റ്. പിടിക്കുവിടെ. ഞങ്ങളോട് വേണ്ട. വണ്ടി വിട്ടോ. വണ്ടി മാറ്റണം. ഞാനെന്നാ പോലീസ് ഇൻസ്പെക്ടറായത്? വണ്ടി മാറ്റണം. പോലീസ് ഒന്നുമല്ല, ആ ലോഡ്ജ് അത് നിങ്ങളോട് നിന്നാ മതി. ഞങ്ങൾ പോയിട്ട് വരാം. കേറാതെ വണ്ടി പോകാനൊക്കെ നോക്കിയിരിക്കാതെ വണ്ടി വിടറോ. വിസിൽ അടിച്ചില്ല മുതലാളി. കണ്ടക്ടറെ എന്താ? ഇനി ആരെങ്കിലും കേറാനുണ്ടോ? പോയി ടിക്കറ്റ് എടുത്തിട്ട് യാത്രക്കാർ മൂത്രമൊഴിക്കാൻ പോയിരിക്കുകയാണ്. ഇതെന്റെ വണ്ടിയെ ഞാൻ തീരുമാനിക്കുന്നത്. അവന് മൂത്രമൊഴിക്കണ്ടേ? വിസിലോ? വിസിലില്ലെന്നേ. അറിയാവുന്ന വിസിൽ എന്റെ വിസിൽ പോയത് പിന്നെ ഞാൻ നീങ്ങുന്നില്ല. നീങ്ങുന്നില്ലേ? ആരംഭിച്ചത് ഞാൻ പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. നിർത്ത ശങ്കര. എവിടെയായിരുന്നു മുതലാളി? ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തു പോയിരിക്കുക. സത്യം പറഞ്ഞെങ്കിൽ ഇടിച്ചതിന് ചങ്കയാമായിട്ട് കളയും. രാവിലെ പോയതാ. എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അല്ലാതെ സത്യം എനിക്ക് അറിഞ്ഞൂടാ. വേറെ ആരുമില്ല ഇവിടെ? ആരുമില്ല, ഒക്കെ പൂട്ടി പോയിരിക്കുക.
സത്യം സത്യം. വാ വണ്ടി എടുത്തേ. വിസിലടിച്ചില്ല, കണ്ടക്ടർ ഒന്നില്ല. അങ്ങോട്ട് പോയി. ഞാനിവിടെ ഉണ്ടേ. വരുന്നുണ്ടോ? പോരെ പോരെ പോരാ. പിന്നെ അവിടെ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അവിടെ സദ്യ ഒന്നുമില്ലല്ലോ. അത് ഞാൻ തീരുമാനിച്ചോളാം. താനവിടെ എന്ത് ചെയ്യുക? ഞാനിവിടെ മനുഷ്യന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സമ്മതിക്കില്ല. അത് എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പ്രാഥമിക ആവശ്യം നിറവേറ്റി താനവിടെ ഇരുന്നോ, ഞങ്ങൾ പോവുക. വിസിലടിക്കടാ, ആരെങ്കിലും വിസടിക്കടാ. മനുഷ്യൻ പട്ടം ചുടാൻ കൂടെ സമ്മതിക്കില്ല. ഇന്ന് ഞാൻ ശരിയാക്കിയില്ലെങ്കിലേ കുറെ നാളെന്റെ ഇന്ന് ഞാൻ ഊരടാ. ഞാൻ പോട്ടെ. ഞാനിതൊക്കെ ചെയ്തത് സ്വത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടാണെന്ന് അമ്മ വിചാരിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ വലുത് ദേ ഇത് തന്നെ. അല്ല, അമ്മാവൻ വലിയ ഈശ്വര വിശ്വാസിയാണല്ലോ. എന്നെ സൃഷ്ടിച്ചതും അമ്മാവനെ സൃഷ്ടിച്ചതും ഈശ്വരനാണല്ലോ. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് വിചാരിച്ച് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാലും. അത് വേഗം കയറിയിട്ടമാ. ഒന്ന് മാറിക്കോ. ഒന്നും മാറാൻ പറ്റില്ല. ടിക്കറ്റ് എടുത്താ